എല്ലാവർക്കും നമസ്കാരം. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിലാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്ക്. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്, ദിനേശ് പഠിച്ചാണ് പ്യാർലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്പല രാജു പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റിൽ ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ചടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിൻ്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെയും തിലകൻ ചേട്ടൻ്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിൻ ഇടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്ത് വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിൻ്റെ കൂടെയും മജീദിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോവിയിലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കി അണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദർ ഇൻ ലോ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിലൊരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവനാർട്സ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിൻ്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിൻ്റെ സ്മെല്ല് എനിക്കറിഞ്ഞൂടെ, സ്പിരിറ്റിൻ്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്ക് എല്ലാവർക്കും, അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു.